നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ തന്റെ ഉദ്ദേശം? വണ്ടി കയറിയിരിക്കും, എന്നിട്ട് പറയാം. ഞാൻ വരില്ല. നീ വരും. രാജീവൻ, നിങ്ങൾക്കറിയാലോ അതിന്റെ സ്ഥിതി എന്താണെന്നുള്ളതൊക്കെ. അവൾ അതിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? ഇനി എന്റെ കുഞ്ഞ് ഉറങ്ങിയിട്ടുണ്ടോ? ഇതൊക്കെ ആർക്കാ അറിയുന്നേ? എടാ മോനെ, ഞാനിപ്പോ വടക്കേ വീട്ടിലെ സരസ്വതിയെ വിളിച്ചായിരുന്നു. അവളോട് പോയി നോക്കാൻ പറയുകയും അവൾ നോക്കുകയും ചെയ്തു. എടാ, ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞേ. അമ്മാവനോട് രാത്രി പോയി നിൽക്കാനല്ലേ ഞാൻ പറഞ്ഞത്. എന്നിട്ട് അമ്മാവൻ അത് കേട്ടോ? കൊല്ലാൻ പോലും മടിയില്ലാത്തവളുടെ കൂടെ എന്റെ കുഞ്ഞിനെ കിടത്തി കൊടുത്തിട്ട് അമ്മാവൻ ഇവിടെ എന്നെ നോക്കി നിൽക്കുക. എടാ, നീ പറഞ്ഞപ്പോ ഞാൻ ഇറങ്ങാൻ തുടങ്ങിയതല്ലേ? അന്നേരല്ലേ നിനക്ക് ഒരു തലകറക്കമെന്ന് പറയൂ ഡോക്ടർമാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ എങ്ങനെയാടാ പോകുന്നത്? നിനക്ക് നിന്റെ കുഞ്ഞിനോട് തോന്നുന്ന അതേ സ്നേഹമാ എനിക്ക് നിന്നോട് ഉണ്ടാവുന്നത്. കാരണം ആ പ്രായത്തിൽ ഈ കൈ കൊണ്ട് നടന്നതാ നിന്നെ. തലയ്ക്ക് വേറെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് ഇപ്പൊ പറയാൻ പറ്റില്ലെന്നല്ലേ ഡോക്ടർമാര് പറഞ്ഞത് അല്ലേ? അപ്പോ നിനക്കൊരു തലകറക്കവോ പ്രശ്നമോ വന്നാ ഞാൻ എന്താ കരുതേണ്ട? എനിക്ക് നിന്നെ വിട്ടിട്ട് പോകാൻ തോന്നിയില്ല. അതെന്റെ കുറ്റമാണെങ്കിൽ അത് നീ അങ്ങ് സഹിച്ചാ മതി. അല്ല പിന്നെ നിങ്ങളിങ്ങനെ തമ്മി തല്ലാതെ. ഹരി, ഞാൻ പറയുന്ന കേക്ക്. അമ്മാവനിപ്പോ വീട്ടിലേക്ക് പൊക്കോളും. പക്ഷേ ഡോക്ടർ നീ അനുസരിക്കണം. രാജീവേ, എനിക്കൊരു കുഴപ്പമില്ല. എന്തെങ്കിലും കുഴപ്പം തോന്നിയാ നമുക്കിങ്ങ് തിരിച്ചു പോരാം. എന്നെ കൊണ്ട് ഇവിടെ കിടക്കാൻ പറ്റില്ല. എന്റെ മോളെ ഒന്ന് കണ്ടാ മതി, എന്റെ എല്ലാ അസുഖവും മാറാൻ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്താ ഹരി, വലിയ തർക്കത്തിലാണല്ലോ? ഒരു ദിവസം കൂടി കിടക്കേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾ ഹരിയോട് പറഞ്ഞു. അതിന്റെ ടെൻഷനാ. ഹരി, നിങ്ങളെ പോലുള്ള ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല. പൂർണ്ണമായി ഭേദമായിട്ട് പോകുന്നതല്ലേ നല്ലത്. സർ, പ്ലീസ്, എനിക്ക് പോയേ പറ്റൂ. എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാൽ ഞാൻ തിരിച്ചു വന്നോളാം. ഇവന്റെ കുഞ്ഞിന്റെ അടുത്ത് പോകാൻ വേണ്ടിട്ടാ. അവള് ചെറുതാ സർ, എപ്പോഴും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. ഞാൻ കയ്യിലെടുത്താലേ അവള് കരച്ചിലടക്കൂ. ഇവിടെ കിടന്നിട്ട് ഒരു സ്വസ്ഥത ഇല്ലാത്തത് എന്റെ മോളെ കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാ. അവളുടെ അടുത്ത് നിന്ന് ഞാൻ ഇതൊക്കെ മറക്കും. പിന്നെ ചിരിയായി, കളിയായി. താൻ ഇങ്ങനെയൊക്കെ നിർബന്ധം പിടിച്ച എന്ത് ചെയ്യാനാടോ? അതെ, കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് എനിക്ക് ധൈര്യമുള്ളതുകൊണ്ടാണ് വേണമെങ്കിൽ തനിക്ക് ഡിസ്ചാർജ് തരാമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ അത് വെച്ച് പരീക്ഷിക്കരുത്. ഇങ്ങോട്ട് പോന്നേക്കണം. ശരി ഡോക്ടർ. എനിവേ, യുവർ ഡോട്ടർ ഈസ് ലക്കി. തന്നെപ്പോലൊരു അച്ഛൻ പെൺമക്കളുടെ ഭാഗ്യമാടോ. ഞാൻ ഡിസ്ചാർജ് തരാം. ഓക്കെ? അമ്മാവ, പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്തോ. രാജീവേ, നീ ആ ഡിസ്ചാർജിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബില്ലൊന്ന് പേ ചെയ്യ്. എടാ, ഡിസ്ചാർജ് എഴുതി കിട്ടി ഇവിടുന്ന് ഇറങ്ങാൻ കുറച്ച് സമയമെടുക്കും. അതുവരെങ്കിലും നീ തിരക്ക് കാണിക്കാതിരിക്കേ. അവർക്ക് ദേഷ്യം വരും. നിങ്ങളൊന്ന് പോയിട്ട് വാ. ഇവന്റെ ഒരു കാര്യം. അമ്മാവ, കുഞ്ഞിന് ശരിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലടാ, നമ്മളിപ്പോ അങ്ങോട്ട് എത്തില്ലേ? അടങ്ങിക്കിടക്കവിടെ. അച്ഛൻ ബില്ല് വാങ്ങിയിട്ട് വന്നോളും മോളെ. ഇപ്പോ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലമ്മേ.
ഡോക്ടർ വെറുതെ ഇന്നലെ എന്നെ പിടിച്ചു കിടത്തിയതാ. നോക്കിയിട്ട് അപ്പൊ തന്നെ വിട്ടാൽ മതിയായിരുന്നു. വെറുതെ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചു. ഒരത്യാവശ്യം വരുമ്പോ മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടണം. അതാണല്ലോ ബന്ധത്തിന്റെ അർത്ഥം. മോളുവാ. എല്ലാരും കൂടി ഇതിലെന്തിനാ തിക്കിത്തിരക്കി പോകുന്നേ? നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഒരുമിച്ച് പോവാൻ മോനെ. ഏയ് അത് വേണ്ട, ഞാൻ ഇതിൽ പോയിക്കോളാം. ഹ, വാ മോനെ, അതിൽ പോവാം. ശിവേട്ടാ, എന്തായാലും ഞാൻ വിമലും അങ്ങോട്ടേക്കാ. കേരള അങ്ങോട്ട്. വാ, ഇതിൽ അമ്മ കയറിക്കോളും. വാ. അച്ഛൻ അങ്ങോട്ട് വന്നോളും മോനെ. ഇനിയിപ്പോ നീ അവരുടെ കൂടെ വാ. നിങ്ങൾ വിട്ടോ, ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് പതുക്കെ അങ്ങ് വന്നോളാം. വാ. പോയിട്ട് വാ മോനെ. വാ. ഇനി നമുക്ക് പോവാം. ഞാൻ നിങ്ങളോട് വരുന്നില്ല, ഞാൻ വേറെ വണ്ടി വിളിച്ച് പോയിക്കോളാം. മോനെ, നിന്നെ കൊണ്ടുപോവാന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിരിക്കും. വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നോക്കാതെ വണ്ടി കയറാൻ നോക്ക്. താനെന്താ ഭീഷണിപ്പെടുത്തണോ? ഞാൻ മാത്രമല്ല, ഇവരുണ്ട് കൂടെ. എന്താ തന്റെ ഉദ്ദേശം? വണ്ടി കയറിയിരിക്കും, എന്നിട്ട് പറയാം. ഞാൻ വരില്ല. നീ വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.